ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC സ്വൈപ്പ് അപ്പ്. അതായത് LDC പരീക്ഷ എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 11 നിങ്ങൾ കൺഫർമേഷൻ നൽകണം. ജൂൺ 11 നിങ്ങൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് LDCയുടെ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയും കൺഫർമേഷൻ നൽകാനുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക. ക്ലർക്കിൻ്റെ 2ാം ഘട്ട പരീക്ഷ കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ നടക്കുന്നത് ഓഗസ്റ്റ് 17 3ാം ഘട്ട പരീക്ഷ നടക്കുന്ന പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓഗസ്റ്റ് 31 പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ജൂൺ 11 രാത്രി 12 മണിക്കകം പ്രൊഫൈലിലൂടെ കൺഫർമേഷൻ നൽകണം. 2ാം ഘട്ടത്തിൽ 1,95,523 അപേക്ഷകരുണ്ട്. കൊല്ലത്തേക്ക് 1,07,141 പേരും കണ്ണൂരിലേക്ക് 88,382 പേരും അപേക്ഷിച്ചു. 3ാം ഘട്ടത്തിൽ 3 ജില്ലകൾക്കായി 1,96,150 അപേക്ഷകരുണ്ട്. പത്തനംതിട്ടയിൽ 49,526 പേരും, തൃശ്ശൂരിൽ 98,510 പേരും, കാസർഗോഡ് 48,114 പേരുമാണ് അപേക്ഷിച്ചത്. ഇവരിൽ എത്ര പേർ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പാക്കിയ ശേഷമേ പരീക്ഷാ കേന്ദ്രങ്ങൾ നിശ്ചയിക്കുകയുള്ളൂ. നമുക്കറിയാം, 1.5 മണിക്കൂർ സമയം കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട പരീക്ഷയാണ് നടത്തുന്നത്. ഇപ്രാവശ്യം പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്രാവശ്യത്തെ LDC പരീക്ഷയ്ക്കില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. LD ക്ലർക്കിൻ്റെ 3 ഘട്ടത്തിലൂടെ 6 ജില്ലകളിൽ പരീക്ഷ പൂർത്തിയാകും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളുടേതാണ് ഈ ഒരു ഘട്ടങ്ങളിലൂടെ കഴിയുന്നത്. മറ്റു ജില്ലകളിലേത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടത്തും. ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളുടേത് സെപ്റ്റംബറിലും, ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് എന്നീ ജില്ലകളുടേത്, അതുപോലെ തന്നെ എല്ലാ ജില്ലകളുടെയും തസ്തിക മാറ്റത്തിൻ്റെയും പരീക്ഷ നടക്കുക ഒക്ടോബറിലായിരിക്കും. അപ്പോൾ ജൂൺ 11 നിങ്ങൾ LDC പരീക്ഷകളുടെ കൺഫർമേഷൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.